മൂർഖൻ പാമ്പ് എന്തിനാ പടച്ചോനെ ഈ പാമ്പിനും തേളിനും ഞണ്ടിനെയൊക്കെ കൂടി നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതെന്തൊരു ശല്യമാണ്. ഈ ഉറുമ്പും പ്രാണികളും മൂക്കിലും കണ്ണിലും പോയി എന്തൊരു ശല്യമാണ്. ആലോചിച്ചു നോക്കുമ്പോ പഠിച്ചു നോക്കുമ്പോ പഠിച്ച ആളുകൾ നമുക്കത് ശല്യമാണ്. പഠിച്ച ആളുകൾ പാമ്പിന്റെ ആ വിഷം എന്ന് പറയുന്നുണ്ടല്ലോ, എത്രയോ രോഗങ്ങൾക്ക് മരുന്നായി കുത്തിവെക്കുന്നുണ്ട് അത്ര ആ സാധനം. റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇവിടെ ഇപ്പൊ ഈ ഓതി വെച്ച ഈ 3 ആയത്തിന്റെ അവസാനം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയ അവസാനം എന്താണ്? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, നിശ്ചയമായും സത്യവും അസത്യവും വേർതിരിക്കുന്ന, നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന, ആ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആളുകളെ മാറ്റി നിർത്തുന്ന, അവർക്ക് വേണ്ടത് കൊടുക്കുന്ന ആ ഒരു ദിവസം വളരെ തീരുമാനിക്കപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞ എന്താണ്? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ, മരിച്ച ആളുകൾ രണ്ടാമത് സൃഷ്ടിക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നോ? പടച്ചോന് കഴിയില്ലേ? കഴിയും. അപ്പൊ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കും. എന്നിട്ടോ നിങ്ങൾക്ക് ഈ രണ്ടും വേർതിരിക്കുന്ന 2 കൂട്ടരെയും 2ആയി വേർതിരിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നും പറഞ്ഞു. എന്നിട്ട് 3-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. ഇത് മാത്രമല്ല, എന്നെയും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹു പറയാം, ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീആ. ഈ ഭൂമിയിൽ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഈ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഈ ഇരിക്കണ ഈ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് പടച്ചോന്. അപ്പോ ഈ ലോകത്തുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഘട്ടം ഘട്ടമായി മനുഷ്യനെ സൃഷ്ടിച്ച ആ രംഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ബുദ്ധിയും മൂളയും ചിന്താശക്തിയും ഒക്കെ കൊടുത്തിട്ട് സത്യവും അസത്യവും മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ ത്രാണിയും ശക്തിയും ശേഷിയും കൊടുത്തിട്ട് എന്നിട്ട് അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെ വെറുതെ ഒരു കളിതമാശത്ത് വിനോദമായിട്ട് സൃഷ്ടിച്ചു എന്നാ, നിങ്ങൾ നമ്മളെ അടുത്തേക്ക് തിരിച്ചു വരൂല എന്നാ വിചാരിച്ച്. അപ്പൊ തിരിച്ചു വരും. ഇതാണ് പ്രവാചകന്മാർ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ കേട്ടോ ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെ പറ്റി ചിന്തിക്കുന്നത്, വംശനാശം സംഭവിച്ച ജീവികളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ആരാ? മനുഷ്യനാ ചിന്തിക്കുന്നത് കേട്ടോ. ഇവിടെ ഏതൊക്കെ പണ്ടുണ്ടായിരുന്ന എന്തൊക്കെയോ ജീവികളുടെ രൂപങ്ങൾ, ഇതൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചു പോരുന്ന ജീവികളാണ് ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യനാ ചിന്തിക്കുന്നത്. ഇവിടെ ഈച്ചയെ സംബന്ധിച്ചും പാറ്റയെ സംബന്ധിച്ചും ഒക്കെ ചിന്തിക്കുന്നത് മനുഷ്യനാണ്. മലം പോലും പരിശോധിക്കുന്നത് മനുഷ്യനാണ്. അതിലെന്തൊക്കെ ഘടകങ്ങളുണ്ട് പരിശോധിക്കുന്ന മനുഷ്യൻ. ഇതെല്ലാം ഇന്ന് മനുഷ്യനാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. മനുഷ്യൻ ഇതെല്ലാം തന്നെ പഠന വിഷയമാണ്, ചിന്താ വിഷയമാണ്. ഈ ലോകത്തെ മുഴുവനും അവൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്വന്തത്തെയും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു പറയാ, ശരി, ഇനി ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എത്ര നദികൾ മാറി ഒഴുകി. പണ്ട് ഒഴുകിയിരുന്ന സ്ഥലം ഇതായിരുന്നു ഇത്ര. ഈ പണ്ട് നദി ഒഴുകിയിരുന്നത് അത് പിന്നീട് ഗതി തിരിച്ചു വിട്ടു. ഗതി തിരിച്ചു വിട്ടു. എത്രയോ കടൽ ഭാഗങ്ങൾ ഇപ്പോൾ കരകളാണ്. കരഭാഗങ്ങൾ, പണ്ടുണ്ടായിരുന്ന കരഭാഗങ്ങൾ ഇപ്പോൾ കടലിന്റെ ഭാഗങ്ങളായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും സ്ഥായിയല്ല, എല്ലാം മാറും. അതെ, മനുഷ്യൻ പോലും ഇവിടെ നിന്നില്ല, നമ്മുടെ പൂർവികരൊന്നുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. വളരെ സുന്ദരമായിട്ടാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യനും പോകും. മനുഷ്യൻ മാത്രമല്ല, കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ള മുഴുവനും നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അത്യുദാരനായ മഹാനായ ശ്രേഷ്ഠനായ പടച്ചതമ്പുരാന്റെ വജ്ഹ് മാത്രം ഇവിടെ ബാക്കിയാവും. എന്നാൽ അള്ളാഹ് മാത്രം ബാക്കിയാവും, ബാക്കിയൊക്കെ നശിക്കും. അപ്പൊ മരണം. അപ്പോ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും മരണത്തെ ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂലി തരും. അപ്പൊ കൂലി തരണമെങ്കിൽ എന്ത് വേണം? അതിനാദ്യം തന്നെ ഒരു ജോലി കൊടുക്കണം. അതെ, ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ നല്ലത് പ്രവർത്തിച്ച ആളുകൾക്കുണ്ട് എന്തുണ്ട്?
നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക് എന്താണുള്ളത്? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. അതെ, താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂന്തോപ്പുകളാണ് അവർക്കുള്ളത്. അതിൽ അവർ ശാശ്വതരായി ജീവിക്കാൻ അവർക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യ, നീ ഒരു കാര്യം ആലോചിക്കണം. നിന്റെ ഈ സൃഷ്ടി, ലോകത്ത് കോടാനുകോടി സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടിയെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും നിനക്ക് കഴിയും. ഇപ്പൊ നോക്കണം, നിങ്ങൾ ചൊവ്വയിൽ പോയി മനുഷ്യന്മാർ ചൊവ്വയിൽ പിന്നെ ആ ഒരു ഉപകരണം വിട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് കേട്ടോ, മനുഷ്യന്മാർ പോകാതെ ചൊവ്വയിലൊരു ഉപകരണം വിട്ടിട്ട് അത് ഇങ്ങനെ ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ കയ്യും കാലും കൊണ്ടും ഓരോന്നും നോക്കിയിട്ടും പറഞ്ഞിട്ട് അതെ ഇവിടെ ഞാൻ ഇന്നേ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇരുന്നിട്ട് അല്ലല്ലോ എന്തൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എവിടെയാണോ മനുഷ്യൻ എത്തിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ എല്ലാ ബുദ്ധിയും ചിന്താശക്തി ഇതൊക്കെ തന്നിട്ട്, എല്ലാ കഴിവും തന്നിട്ട്, എന്നിട്ട് പടച്ചോൻ പറയണ കൂട്ടരെ, ഇതൊന്നും നിങ്ങൾക്ക് വെറുതെ തന്നതല്ല. ഈ ചുറ്റുവട്ടത്തിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി തന്നത്, അതും വെറുതെ തന്നതല്ല. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചോളൂ, നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങളത് ആസ്വദിക്കും ചെയ്തോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളും കൂട്ടർ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നത് തന്നെയാണതെന്ന് നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളാണ് പറഞ്ഞയച്ചതല്ല കേട്ടോ. ഈ ഓഫീസിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചോളൂ. പക്ഷേ ഓഫീസിനുണ്ടാക്കി തന്ന ഈ ഓഫീസിലുള്ള സൗകര്യം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ചായയും കവിയും കുടിച്ചിരിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ട ചില ജോലികളായി ചെയ്യാണ്ട്. എന്താ സൗകര്യം, ഇങ്ങനെ ഇരുന്ന 4 ഭാഗത്ത് നോക്കിയാൽ എൻ്റെ മുഖം ഇങ്ങനെ കാണുന്നു. അത് പിന്നെ ചായ എപ്പോൾ വേണോ അത് കൊടുന്ന് വെക്കണം, കാപ്പി എപ്പോൾ വേണോ അത് കൊടുന്ന് വെക്കണം, പിന്നെ കാറ്റിൻ്റെ ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളും. വല്ലാത്തൊരു സൗകര്യം തന്നെ. രാവിലെ 8 മണിക്ക് അങ്ങനെ വരുന്നു, എന്നിട്ട് ഒരു 8 മണിക്കൂർ അവിടെ അങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് പോയി കിടന്നുറങ്ങണു, പിന്നെ വരുന്നു. അതിന് ഉത്തരവാദപ്പെട്ട ആൾ ചോദിക്കില്ലേ, എന്തിപ്പോ ഇവിടെ ഒരു മാസമായില്ല വന്നിട്ട് ആകെ ഈ കാർഡ് ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇതിനു വേണ്ടിയാണ് എനിക്ക് എന്നെ ഓഫീസിലാക്കിയത് എന്ന് ചോദിച്ചാൽ, അല്ല, എന്തോ ഇത്ര സൗകര്യം ഉണ്ടോ അത്രയും ഉത്തരവാദപ്പെട്ട ജോലി ഉണ്ടാവും അർത്ഥം. എത്ര സൗകര്യത്തിലാണ് അത് ചെയ്യുന്നത് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ പെട്ടെന്നൊന്നും കൂടുതലൊന്നും ദൂരെ പോയിട്ട് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടാകരുത്. ഇവിടെ കൂടുതൽ ജോലി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 4-5 തരത്തിലുള്ള ഫോണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് കോളുകൾ വരാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ആൾക്കാർ. അല്ലാത്തവനൊരു ലാൻഡ് ഫോണിന്റെ ആവശ്യം കൂടി ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിക്കും കമ്പനി. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തെന്നിട്ട് സഹോദരന്മാരെ, ഒരു ഉത്തരവാദിത്വം നമുക്കില്ല എന്നുള്ള ആൾക്ക് അങ്ങനെ ജീവിച്ചാൽ അവരെ പറ്റിയാണ്. അതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ, അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തിൽ പിന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടാതെ പോയ ആളുകളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ അതാ. നമ്മളിങ്ങനെ വെറുതെ അല്ലേ, വല്ലദീന കഫറൂ യതമത്തഊന വയകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും. കാലികൾ തിന്നണ പോലെ കുറെ ഇങ്ങനെ തിന്നു, കിട്ടിയോണം കുടിച്ചോണം തിന്നോണം ഉറങ്ങിക്കോണം, ഇങ്ങനെ കുറെ ഓണങ്ങൾ. ഈ രൂപത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് ഈ ലോകം നമ്മെ വിളിച്ചറിയിക്കുന്നു, ഈ ലോകം തന്നെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങളിങ്ങനെ വയസ്സാകാൻ കാത്തിക്കണ്ട. വയസ്സായിട്ട് ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ടോ അതിലൊക്കെ എന്തൊക്കെ കാര്യമുണ്ട് കേട്ടോ, ഇനി എനിക്ക് നേരല്ല, ഞാൻ പോകട്ടെ എന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ എത്തേണ്ടതില്ല. മറിച്ച് അതിന്റെ മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ത്രാണിയുള്ള നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്താവുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത് ഫമൻ സുഹ്സി അനിന്നാർ വഉദ്ഖിലൽ ജന്ന, എന്നാ രക്ഷപ്പെടുത്തു. ഫമൻ സുഹ്സി അനിന്നാർ വഉദ്ഖിലൽ ജന്ന. ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും തെന്നിമാറ്റപ്പെടുകയും സ്വർഗത്തിൽ അങ്ങ് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അവന്റെ ജോലിയിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. ആണോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇല്ലാ മതാഉൽ ഗുറൂർ. എന്താ പറഞ്ഞെന്നറിയോ? ആ കൂട്ടത്തിൽ തന്നെ അതും പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ എന്ത് പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഈ ഓഫീസറെ ഈ സൗകര്യങ്ങളൊക്കെ ഇത് കേവലം പരീക്ഷണത്തിന് വഞ്ചനാത്മകമായി നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്താണെന്നറിയോ? അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവിലിപ്പം നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന വിഭവങ്ങളൊക്കെ പരലോകത്തേക്ക് നിങ്ങൾക്കുള്ള കൃഷിയിടാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് പേന തന്നതും പെൻസിൽ തന്നതും ഈ കമ്പ്യൂട്ടറും ഈ സൗകര്യങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്താനാണ്. അതിനിങ്ങനെ നിങ്ങൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ ആ ചിത്രം കണ്ടുകൊണ്ടിരുന്നാൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസം ശമ്പളം കിട്ടിയെന്ന് വരും, 1 മാസം ചിലപ്പോൾ ശമ്പളം കിട്ടിയെന്ന് വരും. അത് പിന്നീട് തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ജോലി എടുത്തോളി. എന്താ ജോലി?
എന്താ ജോലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ എത്ര മനുഷ്യന്മാരുണ്ട് ഇവിടെ. കുടുംബമായി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കുടുംബമായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കുട്ടികളെങ്ങനെ വളർത്തിയിട്ട് ആ നഴ്സറി മുതൽ വളർത്തി കൊണ്ടുവന്ന് എപ്പോഴും ഇങ്ങനെ കയ്യാണോ കാലാണോ വളരുന്നതെന്നുള്ളതിന് തല വളരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഓരോ അവരുടെ ഡിഗ്രി ഒക്കെ ഇങ്ങനെ എത്തിച്ച് ആ രൂപത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 4 ദിവസം മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സംഗതി, ഏകദേശം ഒരു 10, 75, 80 വയസ്സ് പിന്നിട്ട ഒരു കിഴവി, ഒരു വയസ്സിയായ ഒരു സ്ത്രീ, അവർക്ക് അവരുടെ മക്കൾ എന്താ സൗകര്യം ചെയ്തു കൊടുത്തെന്നറിയോ? ഒരു വിശാലമായ, ഇവിടുത്തെ ഒരു ജിൻസിയുള്ളതാണ്, ഒരു വിശാലമായ റൂമാണ് ഉമ്മാക്കുള്ള റൂം. ആ ഉമ്മാടെ റൂമിൽ ഉമ്മാക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും നടക്കാനൊന്നും കഴിയില്ല. ഒരു വണ്ടിയിലേക്ക് എടുത്തു വെച്ചാൽ അങ്ങോട്ട് പോകാം. അപ്പം ഉമ്മാക്ക് മക്കൾ ചെയ്തു കൊടുത്ത സൗകര്യം